ഹിമാലയത്തിൽ മുരുകൻ്റെ അസ്ഥികൾ പൂജിക്കുന്ന ഒരു ക്ഷേത്രത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അതാണ് കാർത്തിക് സ്വാമി ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 10,400 അടി ഉയരത്തിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക മുരുക ക്ഷേത്രമാണ് കാർത്തിക് സ്വാമി ക്ഷേത്രം. സ്വന്തം മാംസവും ശരീരവും മാതാപിതാക്കൾക്ക് നൽകി ഭഗവാന്റെ അസ്ഥി പൂജിക്കുന്ന ക്രൗഞ്ച പർവ്വതത്തിലെ കാർത്തിക് സ്വാമിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ വിഗ്രഹം സ്വയംഭൂവാണെന്നും ഭഗവാന്റെ അസ്ഥികൾ ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും കേൾക്കുമ്പോൾ ആർക്കുമൊന്ന് അത്ഭുതം തോന്നും. രുദ്രപ്രയാഗിലെ ഈ പൗരാണിക പുണ്യഭൂമിയിലേക്കുള്ള യാത്ര നമുക്ക് തുടങ്ങാം. JDS സോൾ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് കനക് ചൗരി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉയരത്തിലേക്കാണ് നമുക്ക് നടന്നു കയറാനുള്ളത്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും പ്രകൃതി നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. തുടക്കത്തിൽ കല്ലുകൾ പാകിയ മനോഹരമായ പടവുകളാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ ഓക്ക് മരങ്ങളും വസന്തകാലമാണെങ്കിൽ ചുവന്നു തുടുത്തു നിൽക്കുന്ന റോഡോഡൻഡ്രോൺ പൂക്കളും ഈ യാത്രയെ കൂടുതൽ വർണ്ണാഭമാക്കുന്നു. പടവുകൾ ഓരോന്നായി കയറുമ്പോൾ താഴെ കാണുന്ന താഴ്വരകളുടെ ഭംഗി വർണ്ണനാതീതമാണ്. മലനിരകളുടെ വളവുകൾ തിരിയുമ്പോൾ മേഘങ്ങൾ നമുക്കൊപ്പം നടക്കുന്നത് പോലെ തോന്നും. ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് കിളികളുടെ കളകൂജനം കേട്ടുള്ള ഈ നടത്തം നിങ്ങളുടെ മനസ്സിനെ എല്ലാ തിരക്കുകളിൽ നിന്നും ശാന്തമാക്കും. ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കല്ലിനും ഒരു കഥ പറയാനുണ്ട്. കഥ തുടങ്ങുന്നത് കൈലാസത്തിൽ നിന്നാണ്. തൻ്റെ പുത്രന്മാരായ ഗണപതിയും കാർത്തികേയനും തമ്മിൽ ഒരു മത്സരം നടന്നു. ലോകത്തെ ആദ്യം വലം വെച്ചു വരുന്നവന് ജ്ഞാനപ്പഴം സമ്മാനമായി നൽകും. അതായിരുന്നു മത്സരം. കാർത്തികേയൻ തൻ്റെ മയിലിലേറി ലോകം ചുറ്റാൻ പോയി. എന്നാൽ ഗണപതി തൻ്റെ മാതാപിതാക്കളെ വലം വെച്ച് അവരാണ് തൻ്റെ ലോകം എന്ന് തെളിയിച്ചു. മടങ്ങി വന്ന കാർത്തികേയൻ കണ്ടത് വിജയിയായി നിൽക്കുന്ന ഗണപതിയെയാണ്. മാതാപിതാക്കളോടുള്ള പരിഭവത്തിലും ലൗകിക സുഖങ്ങളോടുള്ള വിരക്തിയിലും അദ്ദേഹം ഒരു കഠിനമായ തീരുമാനമെടുത്തു. തൻ്റെ ശരീരം മാതാപിതാക്കൾ നൽകിയതാണല്ലോ എന്നോർത്ത് മാംസവും ശരീരവും അവർക്ക് തന്നെ സമർപ്പിച്ച് വെറുമൊരു അസ്ഥിപഞ്ജരമായി മാറി അദ്ദേഹം ഈ ക്രൗഞ്ച് പർവ്വതത്തിലേക്ക് തപസ്സിനായി പോയി. ഇന്നും ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത് കാർത്തികേയൻ്റെ അസ്ഥികളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണിത്. കനക് ചൗരിയിൽ നിന്നുള്ള 3 കിലോമീറ്റർ ട്രെക്കിങ്ങിൽ നിങ്ങളുടെ കണ്ണിലുടക്കുന്ന ഒരു അത്ഭുതമുണ്ട്. മരങ്ങളിലും വഴിയിൽ ഉടനീളമുള്ള കൈവരികളിലും ആയിരക്കണക്കിന് ചുവന്ന റിബണുകളും വളകളും കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഇതെന്തിനാണെന്നറിയാമോ? ഇതൊരു ആചാരമാണ്. ഓരോ വളയും റിബണും ഒരു ഭക്തൻ്റെ സ്വപ്നവും പ്രാർത്ഥനയുമാണ്. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും വിവാഹം നടക്കാനും സന്താനലബ്ധിക്കുമായി ഭക്തർ ഇവിടെ നേർച്ചകൾ നേരുന്നു. ആഗ്രഹം സഫലമായാൽ അവർ വീണ്ടും വന്ന് ഭഗവാന് 1 മണി സമർപ്പിക്കും. ക്ഷേത്രത്തിൽ ചെന്നാൽ കാറ്റിൽ മുഴങ്ങുന്ന ആ ആയിരക്കണക്കിന് മണികളുടെ ശബ്ദം നിങ്ങളുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു അനുഭവമായിരിക്കും. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ മലയാളി ഭക്തർ ഏറെ ആരാധിക്കുന്ന തമിഴ്നാട്ടിലെ പഴനി മുരുകനും കാർത്തിക് സ്വാമിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. പഴനി മുരുകൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ നിലയുറപ്പിച്ചത് ഈ ലോകം ചുറ്റൽ മത്സരത്തിന് ശേഷമാണല്ലോ. ആ പിണക്കത്തിൻ്റെ ആദ്യഘട്ടമാണ് ഹിമാലയത്തിലെ ഈ കാർത്തിക് സ്വാമി. പഴനിയിൽ ഭഗവാൻ ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിച്ചുവെങ്കിൽ ഇവിടെ അദ്ദേഹം സ്വന്തം ദേഹം തന്നെ ത്യാഗം ചെയ്തു. അതുകൊണ്ട് തന്നെ പഴനി മുരുകൻ ഭക്തർ ഹിമാലയത്തിലെ ഈ ക്ഷേത്ര ദർശനം അവരുടെ ആത്മീയ യാത്രയുടെ പൂർണ്ണതയായി കാണുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 3050 മീറ്റർ ഉയരത്തിൽ നിൽക്കുമ്പോൾ ഹിമാലയത്തിലെ പ്രമുഖ കൊടുമുടികളെല്ലാം നിങ്ങളുടെ കൺമുന്നിൽ തെളിയും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വിഗ്രഹം സ്വയംഭൂ ആണ് എന്നതാണ്. മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതിദത്തമായി ഉത്ഭവിച്ച ആ വിഗ്രഹത്തിൽ ഇന്നും ഭഗവാന്റെ ചൈതന്യം കുടികൊള്ളുന്നു. ലോകത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഏകമൂർത്തിഭാവമാണ് ഇവിടെ ഭഗവാൻ.
ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടിയായ നന്ദാദേവി, ശിവന്റെ ത്രിശൂലം പോലെ നിൽക്കുന്ന ത്രിശൂൽ പർവ്വതം, പിന്നെ നീലകണ്ഠ്, കേദാർനാഥ്, ദ്രോണഗിരി തുടങ്ങി 25ഓളം പർവ്വതനിരകൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രമായ തുംഗനാഥ് സ്ഥിതി ചെയ്യുന്ന ചന്ദ്രശില കൊടുമുടിയും ദൂരെ കാണാൻ സാധിക്കും. താഴെ അളകനന്ദയും മന്ദാകിനിയും ഒഴുകുന്ന കാഴ്ച ഏതൊരു യാത്രികനെയും മയക്കുന്നതാണ്. ഈ അത്ഭുത ലോകത്തേക്ക് എങ്ങനെ എത്താം എന്ന് നോക്കാം. രുദ്രപ്രയാഗിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള കനക്ചൗരി എന്ന ഗ്രാമമാണ് ഇവിടുത്തെ ബേസ് ക്യാമ്പ്. അവിടെ നിന്ന് 3 കിലോമീറ്റർ മനോഹരമായ കാട്ടുപാതയിലൂടെ നടന്നാൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലെത്താം. ഒരേ സമയം സാഹസികതയും ആത്മീയതയും ഒത്തുചേരുന്ന ഒരിടം. ഹിമാലയത്തിൻ്റെ ഏകാന്തതയിൽ മഞ്ഞുമലകളുടെ നടുവിലിരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സമാധാനം, അത് അനുഭവിച്ചു തന്നെ അറിയണം. നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഈ സ്ഥലവും ഉൾപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള അപൂർവമായ കാഴ്ചകൾക്കായി JDS സോൾ വൈബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു യാത്രയുമായി ഉടൻ വരാം. നന്ദി.